വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് കെമിസ്ട്രിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു അല്ലേ, എന്തൊക്കെയാണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് കെമിസ്ട്രിയിൽ നിന്ന്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് സമാനമായ ഡാഷ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? അറ്റോമിക സംഖ്യകളാണോ സെയിം ആയിട്ട് വരിക, രാസ സ്വഭാവമാണോ സെയിം ആയിട്ട് വരിക, അറ്റോമിക ആരമാണോ സെയിം ആയിട്ട് വരിക, അറ്റോമിക ഭാരമാണോ സെയിം ആയിട്ട് വരിക എന്നുണ്ട്. അപ്പം ആദ്യം തന്നെ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. രാസ സ്വഭാവം എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അറ്റോമിക ആരം എന്ന് പറഞ്ഞാൽ അറ്റോമിക് റേഡിയസ് ആണ്. ആരം എന്താ? റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസ് ആണ്. അറ്റോമിക ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് വെയിറ്റ് ആണ്. ഇതിലേതാണ് ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് സമാനമായിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് സമാനമായിട്ട് ഇതിൽ ഏതാണ് വരുന്നത് എന്ന് നോക്കാം. അറ്റോമിക സംഖ്യയാണോ, രാസ സ്വഭാവമാണോ, അറ്റോമിക ആരമാണോ, അറ്റോമിക ഭാരമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തന പട്ടികയിൽ പിരീഡുകളായിട്ടും, അതായത് വിലങ്ങനെയുള്ളവയെ നമ്മൾ ഇങ്ങനെ പറയുന്നതിനെ പീരീഡ്സ് എന്ന് പറയും. പീരീഡുകളായിട്ടും ഇങ്ങനെയുള്ളതിനെ ഗ്രൂപ്പുകളായിട്ടുമാണ് നമ്മൾ പറയുന്നത് അല്ലേ. പീരീഡ്സ് എന്നും ഗ്രൂപ്പ്സ് എന്നും നമ്മൾ പറയുന്നുണ്ട് ആവർത്തന പട്ടികയിലുള്ളവരെ അല്ലേ. അപ്പൊ വിലങ്ങനെയുള്ളവയെ പീരീഡുകൾ എന്നും കുത്തനെയുള്ളവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രൂപ്പ് എന്നും പറയുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങള് സമാനമായിട്ട് ഇതിൽ എന്ത് കാണിക്കുന്നതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെ പറയുന്നതിനെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. നമുക്കിനി നോക്കിയാലോ, ഒരു ഗ്രൂപ്പ് എടുത്താലോ. ഹൈഡ്രജൻ മോളിലുണ്ട് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബേഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് അല്ലെ. ഈ ഗ്രൂപ്പ് നമ്മളിപ്പോ നോക്കിയാല് ഈ ഗ്രൂപ്പിലുള്ളവര് സമാനമായിട്ട് എന്തായിരിക്കും കാണിക്കുക? അവർ അറ്റോമിക സംഖ്യ ആയിരിക്കും സമാനാവുക, അവരുടെ രാസ സ്വഭാവമാണോ സമാനാവുക, അറ്റോമിക ആരമാണോ, അറ്റോമിക ഭാരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറ്റോമിക ആരമല്ല, അറ്റോമിക ഭാരമല്ല. കാരണം നമുക്കറിയാം ഗ്രൂപ്പിൽ മോളിൽ നിന്ന് താഴത്തേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ്, അറ്റോമിക് സൈസ് കൂടുന്നു അല്ലെ. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ എന്തായാലും ആരം വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ കൂടുതൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ വരുന്നുണ്ട്. ആറ്റത്തിന്റെ ഭാരത്തിനും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും അല്ലെന്നറിയാം. ഇനി അറ്റോമിക സംഖ്യയ്ക്കും എന്താണ് വ്യത്യാസമുണ്ട് അല്ലേ. അറ്റോമിക സംഖ്യയ്ക്കും നമുക്ക് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വരുമ്പോൾ താഴത്തേക്ക് വരുന്തോറും അതും വ്യത്യാസപ്പെടുന്നുണ്ട്. രാസസ്വഭാവമാണ് സമാനമായിട്ട് വരുന്നത് അല്ലേ. അപ്പൊ രാസസ്വഭാവമാണ് സമാനമായിട്ട് വരുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങള് സമാനത കാണിക്കുന്നത് എന്തിലാണ്? അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലായിരിക്കും. ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് ഏകദേശം സിമിലാരിറ്റി കാണിക്കുന്നത്, സമാനത കാണിക്കുന്നത്. അപ്പൊ രാസ സ്വഭാവമാണ് അവിടെ സമാനമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാർബണിൽ ശക്തമായ ബന്ധം രൂപപ്പെടുന്നതിനുള്ള ഒരു കാരണം, പല കാരണമുണ്ട്. അതിലൊരു കാരണം അതിന്റെ ഡാഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ വലിപ്പമാണോ, ഭീമാകാരമായ വലിപ്പമാണോ, ഇടത്തരം വലിപ്പമാണോ, വലിയ വലിപ്പമാണോ? കാർബണില് ശക്തമായ ബന്ധം രൂപപ്പെടുന്നതിനുള്ള ഒരു കാരണം ഇതിലേതാണ്? കാർബൺ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് എടുക്കുമ്പോൾ തന്നെ അറിയാം. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, അങ്ങനെയാണ് അത് പോണത്. അപ്പൊ കാർബൺ ആണ് ആദ്യത്തെ ആള്. അപ്പൊ ഏതൊരു ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാണ്? സ്മോൾ സൈസ് ആയിരിക്കും അല്ലെ. ഏതൊരു ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെന്റ് എങ്ങനെയായിരിക്കും? സ്മോൾ സൈസ് ആയിരിക്കും. ഗ്രൂപ്പ് എടുക്കുമ്പോൾ മാത്രമല്ല കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കുമ്പോഴും കാർബണിന്റെ സൈസ് ചെറുതാണ്. അപ്പൊ തന്നിരിക്കുന്നത് സൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് തന്നെ എന്താണ്? ചെറിയ വലിപ്പമാണ് ഇതിലെ ഒരു കാരണം. അപ്പൊ കാർബണിന്റെ ചെറിയ വലിപ്പം, അതുകൂടാതെ അതിന്റെ ടെട്രാവാലൻസി 4 എന്ന സംയോജകത, അതുപോലെ തന്നെ കാറ്റിനേഷൻ കഴിവ് അല്ലേ. അതിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് മാല പോലെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ റിങ് പോലെ നിൽക്കാൻ പറ്റും. അതിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് കാർബണിന്റെ പ്രത്യേകതകളിൽ വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഉത്തരം ചെറിയ വലിപ്പമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് പൂരിതമല്ലാത്ത ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഈ തന്നിരിക്കുന്നതില് പൂരിതമല്ലാത്ത ഹൈഡ്രോ കാർബൺ ഏതാണ്? ഹെക്സെയിൻ, ബ്യൂട്ടെയിൻ, ബെൻസീൻ, പെന്റെയിൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നല്ല രീതിയിൽ ഓർഗാനിക്കിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഈ തന്നിരിക്കുന്നതിൽ പൂരിതമല്ലാത്ത ഒരു ഹൈഡ്രോ കാർബൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സൈൻ ഉണ്ട്, ബ്യൂട്ടൈൻ ഉണ്ട്, ബെൻസീൻ ഉണ്ട്,
പെന്റെയിൻ ഉണ്ട്. ഇതിലേതാണ് പൂരിതമല്ലാത്ത ഹൈഡ്രോ കാർബൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂരിതമല്ലാത്ത ഹൈഡ്രോ കാർബൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രോ കാർബണുകളെ നമ്മൾ എങ്ങനെ പറയാറുണ്ട്? പ്രധാനമായിട്ടും പൂരിതമെന്നും അപൂരിതമെന്നും പറയാറുണ്ട് അല്ലേ? അപൂരിതം എന്ന് വെച്ചാല് നമ്മൾ പറയുന്ന എന്താണ്? സാച്ചുറേറ്റഡും അല്ലേ, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡുമാണ് ഇത് കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കണേ പൂരിതമല്ലാത്തത് ഏതാണെന്നാ. നമുക്കറിയാം എയിൻസ് എല്ലാം തന്നെ സാച്ചുറേറ്റഡ്, ആൽക്കെയിൻസ് അതായത് സിംഗിൾ ബോണ്ട് ഉള്ളവരൊക്കെ സാച്ചുറേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവരൊക്കെ അൺസാച്ചുറേറ്റഡ് ആണ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവരൊക്കെ അൺസാച്ചുറേറ്റഡ് ആണെന്നറിയാം. അപ്പൊ ഇതിലേതാണ് പൂരിതമല്ലാത്തത്, അതായത് അൺസാച്ചുറേറ്റഡ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് ഹെക്സെയിൻ ആണ് പറഞ്ഞേക്കണത്, അതായത് എയിൻ ആണ്. ബ്യൂട്ടെയിൻ ആണ് പറഞ്ഞേക്കണത്, അതും എയിൻ ആണ്. പെന്റെയിൻ ആണ് പറഞ്ഞേക്കണത്, അതും എയിൻ ആണ്. അപ്പൊ ഇവരൊക്കെ എന്താ? സാച്ചുറേറ്റഡ് ആണ്, പൂരിതമാണ്. നമ്മളോട് പൂരിതമല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. ബെൻസീൻ പറഞ്ഞിട്ടുണ്ട്. ബെൻസീൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കൂടി മാറി മാറി വരുന്ന റിംഗ് സ്ട്രക്ചർ ആണ് ബെൻസീൻ. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ അപൂരിതം അല്ലെങ്കിൽ പൂരിതമല്ലാത്തത് ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ബെൻസീൻ ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർഗാനിക്കിൽ നിന്ന് വരെ RRB ഗ്രൂപ്പ് ഡിക്ക് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക. അത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെയാണ് നമുക്ക് എക്സാംസ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ടാണ് RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്ലാസ്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെ പഠിച്ച് നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്തത് സ്വതന്ത്രമായ അസ്തിത്വത്തിന് സാധ്യതയുള്ള ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണികയിനെ എന്താണ് വിളിക്കുന്നത്? സ്വതന്ത്രമായ അസ്തിത്വത്തിന് സാധ്യതയുള്ള ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. തന്മാത്രയാണോ, ന്യൂട്രോൺ ആണോ, ആറ്റം ആണോ, ഇലക്ട്രോൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായ അസ്തിത്വത്തിന് സാധ്യതയുള്ള ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണിക കേൾക്കുമ്പോൾ തന്നെ അറിയാം ആറ്റം ആണോ, ന്യൂട്രോണും ഇലക്ട്രോണും അല്ല എന്നറിയാം. ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണിക അതായത് ആറ്റം ആണോ തന്മാത്രയാണോ? അവിടെ ഒരു കൺഫ്യൂഷൻ വരാം അല്ലേ? പക്ഷെ നമുക്കറിയാം ഇവിടെ തന്മാത്രയാണ്. കാരണം തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തന്മാത്ര എന്ന് വിളിക്കുന്നത്. സ്വതന്ത്രമായിട്ട് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഇതിനെ നമ്മൾ ആറ്റം എന്ന് പറയുമെങ്കിലും സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ളതാണ് നമ്മൾ മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? തന്മാത്രയാണ്. സ്വതന്ത്രമായ അസ്തിത്വത്തിന് സാധ്യതയുള്ള ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുമ്പോൾ അതെന്താണ്? തന്മാത്രയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് RRB എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ടീം CC ഗ്രൂപ്പ് ഡിയുടെ കോച്ചിങ്ങുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും മികച്ച അവസരമാണിത്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാണെന്ന് വെച്ചാൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ, അതായത് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളുണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളുണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ. ഇതെല്ലാമായിട്ട് നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല ഒരു പ്ലാനുമായിട്ടാണ് RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന് വേണ്ടി ടീം CC നിങ്ങളിലേക്ക് എത്തുന്നത്. ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അതും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്താൽ ഗ്രൂപ്പ് ഡി എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും CCയിലൂടെ ലഭിക്കുന്നതാണ്. നമ്പർ നോട്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ജോയിൻ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. COന്റെ തന്മാത്രാ പിണ്ഡം ഡാഷ് ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കാർബൺ മോണോക്സൈഡിന്റെ COയുടെ തന്മാത്രാ പിണ്ഡം, ഇതൊരു മോളിക്യൂൾ ആണ് അല്ലെ? CO ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ ഇതിന്റെ തന്മാത്രാ പിണ്ഡം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാർബണിന്റെ 12 ആണ് അല്ലെ? ഇനി വെയിറ്റ് ആണ്, അതായത് അതിന്റെ മാസ് ആണ് അല്ലെ? മോളിക്കുലർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്മാത്രാ പിണ്ഡം എന്ന് പറയുമ്പോൾ മോളിക്കുലർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 12 ആണ്. ഓക്സിജന്റെ എത്രയാണ്? 16 ആണ്. അപ്പൊ മൊത്തം എത്ര വന്നു? 27
8 വന്നു. അപ്പൊ 28 വരുമ്പോൾ അതെന്താണ്? ഗ്രൂപ്പ് ഇത് ഡി ആണ് അല്ലെ? എന്താണ്? ഡി. അതായത് 28 എങ്ങനെയാ കിട്ടിയെന്ന് അറിയാലോ. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 28. അപ്പൊ തന്മാത്ര പിണ്ഡം എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ആണ്. എന്താണ്? മോളിക്കുലാർ മാസ് ആണ് തന്മാത്ര പിണ്ഡം. അത് 28 ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ഡി 28. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ കണ്ടെത്താത്ത മൂലകങ്ങൾക്കായി സ്ഥാനം ഒഴിച്ചിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം മെൻഡലീവിന്റെ ആവർത്തന പട്ടികയുടെ ഒരു മേന്മ നമ്മൾ പഠിച്ചത് അതാണ്. അവിടെ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത, അന്ന് മെൻഡലീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് 63 മൂലകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കണ്ടെത്താൻ സാധ്യതയുള്ള മൂലകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാനം ഇട്ടിരുന്നു. അത് നമ്മളൊരു മേന്മയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ സ്ഥാനം ഒഴിച്ചിട്ടിട്ടുണ്ട്. ചുവടെ പറയുന്ന മൂലകങ്ങളിൽ ഏതാണ് പിന്നീട് ആവർത്തന പട്ടികയിൽ ഇടം നേടിയത്? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂറിൻ ആണോ, മഗ്നീഷ്യം ആണോ, കാൽഷ്യം ആണോ, ജെർമേനിയം ആണോ? നമുക്ക് ആ പേരുകൾ പോലും അറിയാം. ഏക സിലിക്കൺ എന്നും ഏക അലൂമിനിയം എന്നും ഒക്കെയാണ് നമ്മൾ അതിനെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ്? ഫ്ലൂറിൻ ആണോ, മഗ്നീഷ്യം ആണോ, കാൽഷ്യം ആണോ, ജെർമേനിയം ആണോ? ഇതിലേതാണ് അതിൽ ഇടം നേടിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പ് ഡി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് കെമിസ്ട്രിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലയിൽ നിന്നാണ്, എങ്ങനെയാണ് വരുന്നത്, അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ നിങ്ങൾക്ക് ചേർന്ന് നിങ്ങൾക്ക് RRB എക്സാംസ് എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം എന്നുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.